ആരൊക്കെ ഉണ്ട്? അയാളും പെമ്പിളയും 2 കൊച്ചുങ്ങളും. മൂത്തവൻ വരികയല്ല, അവൻ വേറെ സഭയില്ല. അപ്പം അത് പറഞ്ഞു പോകും, ഞാൻ ഇടയ്ക്കൊന്ന് കയറിയെന്നുള്ളത്. അതുപോലെ തന്നെ TPM സഭ, TPM പണ്ട് CPM ആയിരുന്നു, സിലോൺ പെന്തക്കോസ്ത് മിഷൻ. അതിപ്പോൾ ആ പേരിന്റെ പ്രശ്നം, തമിഴ്നാട്ടിലെ പ്രശ്നം വന്നപ്പോൾ പേര് മാറ്റി TPM, ദ പെന്തക്കോസ്ത് മിഷൻ. സ്ഥാപകൻ പാസ്റ്റർ പോള്, അത് പിന്നിട്ട പേരാ. അദ്ദേഹത്തിന്റെ പണ്ടത്തെ പേര് രാമൻകുട്ടി, മറ്റേത് വേലുത്തമ്പി, ഇത് രാമൻകുട്ടി. അത് പഴയ ആൾക്കാരെല്ലാം എല്ലാവരും ഈ മാർഗത്തിൽ നിന്ന് വന്നവരാ. കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴാ പിന്നെ തോമാച്ചാന്റെ അപ്പൻ ഹിന്ദു ആയിരുന്നു, അയ്യാപിള്ള സാറ്. PM ഫിലിപ്പിന്റെ പിതാവ് പൊടിമല മത്താച്ചൻ, അവർ അഞ്ചരക്കാരായിരുന്നു. PM ഫിലിപ്പ് ആണെന്ന്, പഴയ പേര് രാമച്ചവെന്ന. നമ്മുടെ വിഷയമല്ല. ഇതെന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാവരും ഇതൊക്കെ ഒന്ന് അറിയണം. നിന്നോട് ചോദിക്കുക എന്നാ ബെന്തിക്കോസ എന്നെ മേൽ ചോദിച്ചേക്കത്, ഞാൻ ബെന്തിക്കോസ അറിയണ്ട കാര്യങ്ങൾ. പാസ്റ്റർ പോള് രാമൻകുട്ടി തൃശ്ശൂർ എങ്ങണ്ടിയുകാരനാ. സിലോണിൽ പോയ കാലത്ത് CMSലെ ഒരു ഉപദേശിയാൽ രക്ഷിക്കപ്പെട്ടു, കൃപയിൽ വന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ, അദ്ദേഹത്താൽ തുടങ്ങിയ സഭയാ. പണ്ട് CPM, അതിപ്പോ TPM. നല്ല സഭയാ. ഇപ്പോൾ അതിന്റെ ചീഫ് പാസ്റ്റർ ഏബ്രഹാം അവർകൾ, പള്ളിപ്പാട്ട് ആളൂര്. ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ MT തോമാച്ചായൻ, ആൽപ്പാറക്കാരൻ. അദ്ദേഹത്തിന്റെ അമ്മാച്ചനായിരുന്നു TV തോമസ്, മേൽപ്പാടം. അനുഗ്രഹിക്കപ്പെട്ട സഭയാ. എന്റെ ചോദ്യം, അതിനകത്ത് ഉടുപ്പും മലിനമാകാത്ത എത്ര എണ്ണം ഉണ്ട്? ഈ ഉടുപ്പിന്റെ കാര്യമല്ല പറഞ്ഞത്. അത് നല്ല എന്തോ വെണ്മയാണെന്നറിയാമോ? ട്യൂബ്ലൈറ്റും കൂടി ഇട്ട് കഴിയുമ്പോൾ അത് ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ ആ ഉടുപ്പല്ല, ജീവിതമാകുന്ന ഉടുപ്പ്. അത് മലിനമാകാത്ത എത്ര പേരുണ്ട്? കുറച്ച് പേരുണ്ട്. ഇന്ന് രാത്രി അടിമാലി പെന്തക്കോസ്ത് ഐക്യവേദിയോട് ചോദിക്കട്ടെ, ദൈവദാസന്മാര് എല്ലാ സഭ, മറ്റൊത്തിരി സഭകളുണ്ട്, പേര് പറയാൻ നേരമില്ലാത്ത കൊണ്ടാണ്, നിങ്ങളെല്ലാം അഭിനന്ദിക്കുന്നു. അതല്ല വിഷയം. ഇതിനകത്ത് ഉടുപ്പും മലിനമാകാത്ത എത്ര പേരുണ്ട്? അവരെ ആ കർത്താവ് നോക്കുന്നത്. സ്തോത്രം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. കുറച്ചു പേരുണ്ട്, ചർച്ചോക്കോടിലും കുറച്ചു പേരുണ്ട് മലിനമാകാത്ത, IPCയിലും കുറച്ചു പേരുണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡിലുമുണ്ട്, അഖിലേന്ത്യയിലും നൂണ്ടിയായാലും ബൈബിൾ ചർച്ചിലും ഒക്കെ TPMലും ഒക്കെ കുറച്ചു പേരുണ്ട്. അവരുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. അവിടെവിടങ്ങളിൽ വിശുദ്ധിയോടെ, വേർപാടോടെ, വിശ്വസ്തയോടെ, പരമാർത്ഥതയോടെ, പ്രാർത്ഥനയോടിരിക്കുന്ന ചില ദൈവ കുഞ്ഞുങ്ങളുണ്ട്. അവരുള്ളത് കൊണ്ടാണ് ഇത് പോകുന്നത്. അല്ലാതെ നിന്റെ കാശിന്റെ മുഷ്കല്ല, നിന്റെ കാര്യബലമല്ല, പൊളിറ്റിക്കൽ ബലമല്ല, MLAയോ മന്ത്രിയോ MP യോ നിന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ല സഭ പോകുന്നത്. അല്ലല്ല, സഭ പോകുന്നത് ഇതിങ്ങനെ ഇത്രത്തോളം വന്നത് മലിനമാകാത്ത കുറച്ചു പേർ, ആരും അറിയാത്തവർ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത, ആരാലും അറിയപ്പെടാത്ത ചില മാതാക്കളും ചില പിതാക്കന്മാര്, ചില സഹോദരങ്ങൾ അവിടങ്ങളിൽ മലിനമാകാത്ത കുറെ പേർ കരയുന്നത് കൊണ്ടാ ഞാനും നിങ്ങളും ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത്. ആ പഴയ പാട്ടിന്റെ വരി ഒന്ന് പാടുക. മാലിന്യപ്പെട്ടിടാതോടിടുക മണ്ണവാളൻ പോയി. ഓ മാലിന്യപ്പെട്ടിടാതോടിടുക മണവാളൻ വരവെറ്റടുത്തു പോയി. ആശ്വസിക്കാൻ ഒരു ഓടിച്ചു പോയാ അവൻ. അടുത്തത് ആക്ഷേപമാണ്. 1 പരിചയപ്പെടുത്തൽ, 2 അഭിനന്ദിച്ചു, 3 ആക്ഷേപമാണ്. ആക്ഷേപം എല്ലാം കൊണ്ട് സൂക്ഷ്മ യേശു ആക്ഷേപിച്ചു. ആ 3-ാം അധ്യായത്തിന്റെ 1, 2 ഓടിച്ചു വായിച്ചോ, വ്യാഖ്യാനിക്കാൻ നേരമില്ല, വായിച്ചങ്ങ് വിടുക. ആക്ഷേപം. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും ഓടിച്ചു വായിക്കുമോളെ 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചു. അത് ആക്ഷേപമാണ്. നിനക്ക് ജീവനുണ്ടെന്ന് പേരാ, പക്ഷെ നീ മരിച്ചിരിക്കുക. നീ പെന്തിക്കോസാ, പക്ഷെ പെന്തിക്കോസ് അനുഭവം നിനക്കില്ല.
നീ പാറ്റ് കുത്തിയിട്ടുണ്ട്, പക്ഷേ പെന്തിക്കോസ് അനുഭവം ഇല്ല. നിന്നെ സെക്രട്ടറി ആക്കി, ട്രഷറർ ആക്കി, കമ്മിറ്റി കയറ്റി, പക്ഷെ നിന്നെ ഇന്ന് വരെ അഭിഷേകം പ്രാപിച്ചവനല്ല. നീ തനി ഗുണ്ടയാ. അഖിലേന്ത്യാ പെന്തക്കോസ് ഐക്യവേദിയുടെ ഗുണ്ട. കമ്മിറ്റി കൂടിയോ പറഞ്ഞു, ഒരു ഗുണ്ടയെ നമുക്കും ഇരിക്കട്ടെ, അഥവാ ഒരു അടിപിടി കേസ് ഉണ്ടായാൽ അവൻ കേറി. മനസ്സിലാകുന്നുണ്ടോ? സഭയ്ക്ക് ഗുണ്ടേ വേണ്ട, സഭയ്ക്ക് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നവന് മതി. ഇത് ഗുണ്ടകളാൽ ഉണ്ടായ പ്രസ്ഥാനം അല്ലല്ലോ. യേശുക്രിസ്തു വന്ന അടിസ്ഥാനക്കല്ല്, മൂലക്കല്ല്. ആ മൂലക്കല്ലുണ്ട് അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര് വന്ന അടിസ്ഥാനത്തിൽ ഇത് പണിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പോലീസ് അല്ല ഇത് പണിയുന്നത്. അല്ലല്ല, വിജിലൻസ് അല്ല സഭ പണിയുന്നത്. ഇപ്പൊ കൺവെൻഷൻ വെക്കുമ്പോ വിജിലൻസ് കമ്മിറ്റി എതിരാണ്. വിജിലൻസ് കമ്മിറ്റി എന്നിട്ട് സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുഴുവൻ രാത്രി ആയപ്പോ 4 ലോറി ഗുണ്ട. സഭയ്ക്ക് എന്തിനാ ഗുണ്ട? ഞാൻ നിർത്തട്ടെ, അതായിരിക്കും നല്ലതെന്നായിരിക്കും അല്ലേ? എന്നെ പറ, നിങ്ങളുടെ അഭിപ്രായം പറ. ഇങ്ങനെയാണെങ്കിൽ നേരത്തെ നിർത്തുന്നതായിരുന്നു. സഭയ്ക്ക് ഗുണ്ടകളെയല്ല ആവശ്യം, പ്രാർത്ഥിക്കുന്നവരെയാ, ആരാധിക്കുന്നവരെയാ, സ്തോത്രം പറയുന്നവരെയാ, പരിശുദ്ധാത്മാവിൽ നിറയുന്നവരെയാ. പണമല്ല സഭയ്ക്ക് ആവശ്യം, പണത്തിന്റെ പണമല്ല, ആൾബലമല്ല, കായബലമല്ല, രാഷ്ട്രീയ സ്വാധീനമല്ല സഭയ്ക്ക്. സഭയ്ക്ക് ആവശ്യം പരിശുദ്ധാത്മാവിൽ ആത്മാവിൽ ആരാധിക്കുന്നവരെ. മഹത്വം, 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 ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. Praise the Lord. ഞാൻ വിവരിക്കുന്നില്ല. അത്യാവശ്യം വാഹന സൗകര്യം ഇല്ലാത്തവര് പോകേണ്ടവരുണ്ട്, നിങ്ങൾക്ക് പോകാം. അത്യാവശ്യം ഒന്നുമില്ല, വണ്ടിയുള്ളവരെല്ലാം ഇവിടെ ഇരിക്കുമല്ലോ. അത്യാവശ്യമുള്ളവർക്ക് പോകാം, അത് പിണങ്ങി പറഞ്ഞതല്ല. നിങ്ങൾക്ക് വണ്ടി കിട്ടില്ലേ, അയ്യോ അയാൾ പ്രസംഗിക്കാൻ തുടങ്ങി, അതാ ഞങ്ങൾ വണ്ടി കിട്ടാതെ ഇപ്പം അടിമാലി കിടന്ന് കറങ്ങുന്നേ. പിന്നെ വണ്ടി ഉള്ളവര് മാപ്പിളം വെമ്മളം കൂടെ പമ്മി പോകരുത്. ആ ഏരിയയിലിട്ടുണ്ട്, അവരെയും കൂടെ വണ്ടി പുറകിൽ സീറ്റിലുണ്ട് 2-3 പേര്. അത് ഇരുത്തണം, അങ്ങനെയുള്ളവർ ഇരുത്തണം. ഇവിടെ ഈ കിച്ചനോടെ കേട്ടു പോയാൽ മതി. നാളെ എന്നെ വിളിക്കും, നാളെ ബഹുമാനപ്പെട്ട PC ചെറിയാനാണ്. അതുകൊണ്ട് അദ്ദേഹം വേറൊരു മെത്തേഡാ. ഇതിപ്പോ ഞാൻ പറഞ്ഞാലും ഒക്കുള്ളൂ, വേറെ ആരും പറഞ്ഞാൽ ഒക്കത്തില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവരെ ഏൽപ്പിച്ച വേറൊരു നിലയിലെ ശുശ്രൂഷ, അത് അവര് മഹത്വമായിട്ട് ചെയ്യട്ടെ. ഇതൊക്കെ പറയാൻ ഈ പരുവത്തിന് ഞാൻ വന്നെങ്കിലേ ഒക്കുള്ളൂ. ഇത് ഈ കണ്ണം പാസ കിട്ടാ, ഇത് ഏക്കുവോ? ഇടുന്നേ ഏക്കത്തില്ല. ഇത് ഞാനിട്ടെങ്കിലേ ഇരുന്നു. ഈ പരുവത്തിന് എന്നെ ഇങ്ങോട്ട് വിട്ടതാണ്. സ്തോത്രം. അദ്ദേഹത്തെ ഏൽപ്പിച്ച ശുശ്രൂഷ അദ്ദേഹം ചെയ്യട്ടെ. ജോർജാനെ ഏൽപ്പിച്ച ശുശ്രൂഷ ജോർജാൻ ചെയ്യട്ടെ. മാന്യകർത്തദാസന്മാരെ ഏൽപ്പിച്ച ശുശ്രൂഷ അവർ ചെയ്യട്ടെ. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ ചെയ്യുന്നു. ഇഷ്ടമുണ്ട് നീ വിളിച്ചാ മതി. പൂർണ്ണ മനസ്സുണ്ട് വിളിച്ചാ മതി. നിന്റെ കസർത്തൊന്നും കണ്ട് ദൂത് മാറ്റത്തില്ല. നീ അടിമാലിലെ നമ്പർ 1, നീ വലിയ ജമ്പ് വെച്ച് ആൾക്കാരെ വിളിച്ച് ഊട്ടിക്കോണം. ഇത് വേറെ പുസ്തകത്തിന്റെ പ്രമാണമായി പറയാന്ന്. ദൈവത്തിന് ആവശ്യം മലിനമാകാത്ത കുറെ പേര് വേണം. അപ്പൊ ആക്ഷേപമാണ് വായിക്കുന്നത്. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാ, നീ ചത്തവനാ. നീ പെന്തിക്കോസി വെറുതെ വന്നിരിക്കുന്നതേ ഉള്ളൂ. നീ ഇന്ന് വരെ ആയത്ത് കൈയടിച്ചിട്ടുണ്ടോ? നീ 90 കിലോ ഉണ്ടല്ലോടാ തങ്ക. 1.5 കണ്ടി കപ്പയെ നീ അങ്ങ് തിന്നും. അതിനടുത്ത മുളകൊടച്ചതും പോത്തും. ഏഷ്യാണ് അതെന്തുവാ? കപ്പ ബിരിയാണി. അതാണോ? സ്തോത്രം. എന്തൊരു പാട്ടോ! നീ ഇന്ന് വരെ
ധൈര്യത്തിലൊരു നീ കമ്മിറ്റിയിലുള്ള ആളാ, നീ ഇന്ന് വരെ ആത്മാവിലായിട്ടുണ്ടോ? ഉണ്ടോ? പറ. ആത്മാവിലായിട്ടുണ്ടെങ്കിൽ കൈ എടുത്ത് പറ, ഞാൻ ആത്മാവിലായിട്ടുണ്ടെന്ന്. ഞാൻ തിരിഞ്ഞു നിന്നേക്കാം. നീ പെന്തിക്കോസ് എന്ന പേരല്ലേ ഉള്ളൂ, നീ ആത്മാഭിഷേകം പ്രാപിച്ചോ? നീ ആദ്യത്തെ 2 പാട്ടും പ്രാർത്ഥനയും കഴിഞ്ഞേച്ചല്ലേടാ വരുന്നത്, പമ്മി പമ്മി കുറുക്കം വരും പോലെ. ആദ്യത്തെ 2 പാട്ടല്ലേ നമ്മുടെ സാധാരണഗതിയിൽ ആത്മാവിലാകാനും പാടാനും ആരാധിക്കാനും ഉള്ള നല്ല സമയമല്ലേ? നീ അന്നേരം മുറുക്കാൻ കട നിന്നേച്ച് സങ്കീർത്തനം വായിക്കാൻ നേരത്ത് പമ്മി കൊളക്കോടി വരും പോലെ. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിൽ നീ ചത്തതാ. അതാ നിന്നെ പറ്റിയുള്ള ആക്ഷേപം. പക്ഷെ ഇന്ന് രാത്രി ഈ യോഗം കഴിയുമ്പോൾ നിന്റെ നിർജീവാവസ്ഥ മാറി ആത്മാവിൽ ബലപ്പെട്ട് പെന്തിക്കോസിന്റെ അനുഭവം പ്രാപിച്ച് ഇന്ന് രാത്രി തിരികെ പോകണം. പ്രൈസ് ദി ലോർഡ്. അതല്ലേ പെന്തിക്കോസ് ഐക്യവേദി എന്നല്ലേ? പെന്തക്കോസ്താ ആക്ഷേപമാ. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിൽ നീ മരിച്ചവൻ. അടുത്ത വാക്യം വായിച്ചേ. ഉണർന്നുകൊള്ളുക. അത് ഉണരണം. പിന്നെ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നിന്റെ പ്രവൃത്തികളൊന്നും പൂർണ്ണതയുള്ളതല്ല. അതാ ആക്ഷേപം. ഞാന് അങ്ങ് നിർത്തുക. അല്ലേ 10 നിർത്താം. അപ്പൊ ശ്രദ്ധിക്കുക, ആക്ഷേപം ഇറങ്ങുക. നീ പെന്തിക്കോസ് എന്ന പേരേ ഉള്ളു. നിന്റെ ഹോളിന്റെ വാതിക്കലുള്ള പെന്തിക്കോസ് എന്ന്, അകത്ത് പെന്തിക്കോസ് ഇല്ലെന്ന് ഹോളിനകത്ത്. നിന്റെ ഹോളിന്റെ ഫ്രണ്ടിൽ വലിയ ബോർഡ് വെച്ചോണ്ട് പെന്തക്കോസ്ത്, അകത്തോട്ട് കയറിയ പെന്തിക്കോസ് ഇല്ലെന്ന്. ഇന്ന് രാത്രി ബോർഡ് ഇല്ലെങ്കിലും അകത്ത് പെന്തിക്കോസ് ആയിരിക്കണം. സ്തോത്രം. അകത്ത് പെന്തിക്കോസ് ആയിരിക്കണം. മതിലെ വാക്യം എഴുതിയാ പോരാ, നിന്റെ ഹൃദയത്തിനകത്ത് വാക്യം എഴുതണം. മതിലിന്റെ ചുറ്റും വാക്യം എഴുതിരിക്കുക. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ഇന്നും നീയും നിന്റെ കുടുംബവും. ഈ കാര്യം വേറെ ആരോടും പറയുന്നുണ്ടോ? നിന്റെ അനിയനോടോ ചേട്ടനോടോ പെങ്ങളോടോ ബന്ധുക്കാരോടോ? അവരുമായിട്ട് നീ മിണ്ടിയിട്ട് എത്ര കൊല്ലമായി? കർത്താവ് വിളിച്ചെന്നും പറഞ്ഞ് അങ്ങ് പോയല്ലോ, ഉള്ള വസ്തു മിച്ചേ. അവരോട് മിണ്ടിയില്ലല്ലോ, അയലത്തുകാരോട് മിണ്ടുന്നില്ലല്ലോ. മതിലെ മുഴുവൻ മാറ്റി എഴുതി വെച്ചിരിക്കുക. കിണറ്റിൻകര വകെ ഈ വെള്ളം കുടിക്കുന്നവനല്ല. അപ്പൊ ആരും വെള്ളം ചോദിച്ചും വരികയല്ലോ, കാരണം ദാഹിക്കുന്ന. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് വീടിന്റെ ഫ്രണ്ടിൽ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിന് പുറത്ത് നിൽക്കുന്നു? അകത്തോടെ ചെന്നപ്പോ പട്ടിയെ അഴിച്ചു വിട്ടേക്കുന്നത് എന്നതാടാ. ഗേറ്റ് പൂട്ടി വെച്ച് 3 ഇന്നലെ പട്ടിയുടെ പേര് പറഞ്ഞല്ലോ, ജർമ്മൻ ഷെപ്പേർഡ്. എന്നുവെച്ച് വാക്യം എഴുതി വെച്ചിരിക്കുക. എന്തിന് പുറത്ത്? പട്ടിയുടെ കളിയുള്ളാനോ? നിനക്ക് പേരേ ഉള്ളൂ, നിനക്ക് പെന്തിക്കോസ് ഇല്ല. എന്നാൽ ഇന്ന് രാത്രി തിരിച്ചു പോകുമെന്നല്ല, പ്യുവർ പെന്തിക്കോസ് ആയിട്ട് പോണം. നാളത്തെ റാലി സകല അടിമാനുള്ള സകല പെന്തിക്കോസുകാരും വരണം. വരണം. നീ വളച്ചലെടുക്കരുത്. സകല പെന്തിക്കോസുകാർ സഭ വ്യത്യാസം കൂടാതെ. എന്റെ അഭിപ്രായം പറയാം, എല്ലാരും വെള്ള വസ്ത്രം ധരിച്ച് വിശേഷിച്ച് പാസ്റ്റർമാര് നീ ഉമ്മ ഗുണ്ട വരും പോലെ വന്നേക്കരുത്. എനിക്ക് നേരെ കണ്ടില്ല, ഞാനിവിടെ നാളെ വന്നേനം. എനിക്ക് നാളെ പകല് 3 അടക്കത്തിനും പോകണം. പിന്നെ കായംകുളത്ത് യോഗമുണ്ട്, വൈകിട്ട് തിരുവനന്തപുരത്തുണ്ട്. അല്ല, എനിക്കിഷ്ടമാണ്. സ്തോത്രം. നീ സകല പെന്തിക്കോസുകാരൻ നാളെ റാലിക്ക് വരണം. വാക്യം വിളിച്ച് മൗനയാതെയല്ല, എന്റെ വാക്യം പറയാം, എന്റെ അഭിപ്രായമാണ്. വാക്യം വിളിച്ച് പറയണം. പിന്നെ അല്ല മറ്റേ വിഷയത്തിലായിരിക്കും അല്ലേ? ആയിക്കോട്ടെ. എന്നാലും വരണം എല്ലാവരും. സകല പെന്തിക്കോസുകാരും വരണം. എല്ലാ പാസ്റ്റർമാരും വരണം, പാസ്റ്റർമാരുടെ ഭാര്യമാരും വരണം, പിള്ളേരും വരണം. പെന്തിക്കോസ് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആക്ഷേപം പറയുകയാ, നിനക്ക് ജീവനുണ്ടെന്ന് പേരേ ഉള്ളൂ. പക്ഷെ നീ ഇനി അടുത്തൊരു പ്രബോധനം ഓടിച്ചു പറഞ്ഞ് നിർത്താം. എന്തായാലും കൃത്യം 10 നിർത്തും. കൃത്യം 10 പറയണേ. കൃത്യം 10 ആകുമ്പം നീട്ടിയിട്ടേക്കാം, ഒന്ന് വലിച്ചേക്കണം.
കൃത്യം 10 അടുത്തത് പ്രബോധനം. ആ 3:3 വായിച്ച പ്രബോധനം 3:3. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യും. പ്രബോധനം എന്നാന്ന് ചോദിച്ചാൽ നീ പ്രാപിച്ചത് കാത്ത് മാനസാന്തരപ്പെട്ടു നിന്നോണം. നമ്മൾ പ്രാപിച്ചത് കാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാപിച്ചത് വിലയേറിയ വിശ്വാസം പ്രാപിച്ചിരിക്കുക. നീ ആ വിശ്വാസം കാത്തു നിൽക്കണം എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ് വിശ്വാസം അത് കാക്കണം. നമ്മുടെ വിശ്വാസത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം യൂദയുടെ ലേഖനത്തിൽ അതിവിശുദ്ധ വിശ്വാസം. ഇത് ആഴ്ച മാറ്റുന്നതല്ല, ഒരിക്കലായി പരമേൽപ്പിച്ചതാ. മെയിൻ പാസ് അമേരിക്ക പോയിച്ചു വന്നപ്പോ പറഞ്ഞു അവിടെ ഇങ്ങനെ നമുക്കും ഇങ്ങനെ അങ്ങനെ മാറ്റുന്നതാണോടാ പെന്തിക്കോസ്? ഞാൻ അയർലൻഡിൽ ചെന്നപ്പോ കണ്ടു അങ്ങനെ. അവിടെ എന്തെല്ലാം കണ്ടതല്ല ഇവിടെ പോക്കുവോ? അയർലൻഡിൽ കണ്ടതല്ല ഇവിടെ പോക്കുവോ? ഞാൻ കാലിഫോർണിയയിലായിരുന്നപ്പോൾ എവിടെയാലും പോവും. അവിടെ തോന്നുന്നു ഇവിടെ വേണ്ട. നല്ല കാര്യം പകർത്ത്, അത് നല്ലതാ. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗമൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. നമ്മളെ ലളിതമായ ഭാഷ, നാടൻ ഭാഷ. മോനെ കുഞ്ഞെ ചായ പുസ്തകമൊക്കെ നല്ല ഞാൻ വായിക്കും, കേൾക്കുകയും ചെയ്യും. ഈ റേഡിയോയിൽ കൂടെ ഒക്കെ രാവിലെ ഉണ്ടായിരുന്നു. അന്ന് റേഡിയോ അല്ലേ കൂടുതൽ. അതെ, പൂതികളെ കാണുന്നു. പുള്ളി കൂടെ ഉള്ളവരോട് പറഞ്ഞു നമുക്ക് ഷർട്ട് വേണ്ട, ജിബ്ബ മതി എന്ന് പറഞ്ഞു. അതെ, എനിക്ക് കാലിന് വേദന. പുള്ളി പറഞ്ഞു നമുക്ക് ഷർട്ട് വേണ്ട, ജിബ്ബ മതി. ഉടനെ അനുയായികളെല്ലാം ജിബ്ബായിട്ടു. ജിബ്ബായിട്ട് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു നമ്മളെ ജിബ്ബായിക്ക് ചൂടെ ഇറക്കം വെക്കുന്നത്. നേരത്തെ കൈ തെറുത്ത് വെച്ചതാ, തെറുപ്പ് അങ്ങ് നിവർത്തു. ഒരാഴ്ച കഴിയുമ്പോഴാ, ഒരാഴ്ച കൈ തെറുത്തത് അങ്ങ് നിവർത്തു. ഉടനെ പുള്ളി പറഞ്ഞു നമുക്ക് എന്നാ കുറച്ചുകൂടെ ഇറക്കം വെക്കുന്നത്. ഈ കൂടെയുള്ളവരെല്ലാം ഇത് ചെയ്യുന്നുണ്ടോന്നുള്ളതാ. കുറച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ് ഒരു കാര്യം ചെയ്യേ, ഇതിനടിയിലെ എല്ലാം ഒറ്റയെണ്ണമാക്കാം, മൊത്തം അങ്ങാക്കി. ഇടയ്ക്കൊരു 2 കയറ് ഞാനും കിടപ്പുണ്ട്. കന്നാലിയെ കെട്ട. എടാ, ഇത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം. ഒരിക്കലായി ആഴ്ച മാറ്റുന്നതാണോ? അത് കഴിഞ്ഞപ്പം എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. ഞാൻ വൈരാഗ്യത്തോടെ എനിക്ക് സഹതാപം. പിന്നെ നല്ലതാ, നീർക്കോലി വല്ലതും വരികയാണ്. എന്തൊരു ഗതികേടാന്നു. കുറച്ചാൽ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, കുറച്ചാൽ മിണ്ടരുത്. എടുത്ത് ചുമ്മാ ആവശ്യമില്ലാത്ത കയറി പറയരുത്. കൊച്ചുങ്ങളെടുത്ത് നല്ല താങ്ങും. എനിക്കിതൊന്നും വിഷയമല്ല, നമ്മളെ ഇങ്ങനെ വിട്ടേക്കുന്നതാ. ഞാൻ വീട്ടിലാണെങ്കിലും ചെല്ലാന്നും പറഞ്ഞൊന്നുമല്ല ഇങ്ങോട്ട് പോന്നേക്കുന്നത്. യോഗത്തിന് പോകാന്നേ പറഞ്ഞോളൂ, തിരിച്ചു വരാമെന്നൊന്നും ഉറപ്പ്. ഓർച്ചാൻ അങ്ങനല്ല, കൊച്ചുങ്ങൾ കുഴയും. ഞാൻ ചാടുന്ന കണ്ടോട് ഓർച്ചാൻ ചാടരുത്, അത് നിങ്ങൾ ശരിയാക്കും. നമ്മൾ പിന്നെ ഇങ്ങനെ ഏൽപ്പിച്ച് വിട്ടേക്കുന്നതുകൊണ്ട് വടിയും പിടിച്ചോണ്ടിരിക്കുക. ഈ അടുത്ത കാലത്ത് പുള്ളിയുടെ കാര്യം തന്നെ പറയാ. പുള്ളി ആരും വിളിക്കാനില്ല തിരുമേനെന്ന് പുള്ളി പറയാ. തിരുമേനിയോട് ഈ ദിവസങ്ങളിൽ ഒരാൾ ചോദിച്ചു, ആരും വിളിക്കുന്നില്ല. പുള്ളി തന്നെ താനും തന്നോട് തന്നെ. ഇത് ആഴ്ച മാറ്റുന്ന വിശ്വാസമല്ല, ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസമാണ്. ഈ വിശ്വാസത്തിന് വേണ്ടി നീ പോരാടണം. പെന്തിക്കോസ് വിശ്വാസത്തിന് വേണ്ടി നീ പോരാടണം. വില കൊടുക്കണം, നെഞ്ചും നെറ്റിയും കൊടുക്കണം.
ആ വിശ്വാസത്തിന് വേണ്ടി നീ പോരാടി നിൽക്കുമ്പോൾ എബ്രായ ലേഖനക്കാരൻ പറയുന്നത് പോലെ നിനക്ക് ലഭിക്കാനുള്ള ഓഹരിയോ നന്മയോ ചിലപ്പോൾ തന്നില്ലെന്ന് വരാം. നീ പെന്തിക്കോസിൽ പോയത് കൊണ്ട് ചിലപ്പോൾ നിനക്ക് വസ്തു പാകോടമ്പടി ചെയ്യുമ്പോൾ കിട്ടിയില്ലെന്ന് വരും, നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വരും, നിന്നെ എല്ലാവരുടെ പഠിച്ചെന്ന് വരും, നിന്ദിച്ചെന്ന് വരും. പക്ഷേ ഒരു കാര്യം ദൈവമക്കളോട് പറയാ, നീ വിശ്വാസത്തിന് വേണ്ടി നിൽക്കണം. എബ്രായ ലേഖനം വായിക്കുന്നത് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അങ്ങനെ സഹിച്ച് ജയിച്ച് ചെല്ലുന്നവർക്ക് നന്മ ദൈവം വെച്ചിട്ടുണ്ട്. ഇനിയും മുന്നറിയിപ്പും വിവേചനവും പ്രതിഫലമൊക്കെ പറയേണ്ടതാ. അതിന് അതുകൂടെ പറഞ്ഞ ഇന്ന് 10 എത്ര മിനിറ്റ് ഉണ്ട്? 10 മിനിറ്റ് ഉണ്ട്. അപ്പൊ 10 മിനിറ്റ് കൊണ്ട് ജയിക്കുന്ന കാര്യം എന്തൊക്കെ കിട്ടും ജയിക്കുന്നവർക്ക് അതിലെല്ലാം പറയാൻ നേരമില്ല. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിച്ചേ. എല്ലാം പറയാൻ നേരമില്ല. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ മന്ന തിന്ന ദൈവമക്കളുണ്ട്. അവര് തിന്ന് തോറ്റ് തുന്നം പാടി. പുസ്തകം പഠിപ്പിക്കുന്ന സകലയൊന്നോ മരുഭൂമിയിൽ പട്ടുപോയി. മന്ന തിന്ന പലരും പട്ടു. കാരണം ഇവര് വചനത്തെ അനുസരിച്ചില്ല, വചനത്തിൽ വിറച്ചില്ല, അതുകൊണ്ട് പട്ടുപോയി. എന്നാൽ ഇനി ജയിച്ചു ചെല്ലുന്നവർക്ക് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മരുഭൂമിയിൽ ദൈവം തമ്പുരാൻ ഇവർക്ക് മന്ന കൊടുത്തു. ഇവർ ആഹാരത്തിനായിട്ട് പിറുപിറുത്തു. ഞങ്ങൾക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞ് പണ്ടപ്പരപ്പ് പറഞ്ഞ് പിറുപിറുത്തപ്പോ തമ്പുരാൻ പറഞ്ഞു, ഞാൻ ആകാശത്തുനിന്ന് അപ്പം വർഷിപ്പിക്കും. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ ചോദിച്ചു, ഇതെന്താണെന്ന് വായിച്ചേ. പുറപ്പാട് 16:31 മന്നയെ പറ്റി അവിടെ ഒരു പരാമർശമുണ്ടല്ലോ, പെട്ടെന്ന് വായിച്ചു നിർത്താം. ഇസ്രായേലിൽ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. ഇസ്രായേലിൽ ആ സാധനത്തിന് മന്നയെ പറ്റി 3 സ്ഥലത്താ ഇസ്രായേൽ മക്കളുടെ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അടുത്തത് കൊത്തമ്പാലിന് പോലെയും വെള്ള നിറമുള്ളതും. അത് കൊത്തമ്പാലിന് പോലെയും. മോക്കെന്നാ ഒരു മോളെ താഴോട്ട് വായിക്കാനാ ഞാൻ പറഞ്ഞു, മോളെ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഷൂപ്പാസ് വായിച്ചു. ഇസ്രായേൽ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. ഇസ്രായേൽ മക്കൾ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ട് കൊത്തമ്പാലിന് പോലെയും വെള്ള നിറമുള്ളതും തേൻകൂട്ടി ചേർത്ത ദോശയോടൊക്കെ രുചിയുള്ളതുമായ രുചി. ഇനി ഈ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 8 വായിച്ച് വേറൊരു ടേസ്റ്റ് ആയിട്ട് അവിടെ പറയുന്നത്. സംഖ്യ 11-ന്റെ 8. പെട്ടെന്ന് ജനം നടന്ന് പെറുക്കി തിരികെ പൊടിച്ചിട്ടോ ഓരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പിടിങ്ങിട്ടോ അപ്പം ഉണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്ത ദോശ എന്നാ വായിച്ചേ. ജനം നടന്നു പെറുക്കി തിരിക്കലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പം ഉണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ. പുറപ്പാട് 16:31 തേൻ ചേർത്ത ദോശ. സംഖ്യ 11-ന്റെ 8 എണ്ണ ചേർത്ത ദോശ. സംഖ്യ 21-4 വായിച്ചേ. സംഖ്യ 21-4 മുതൽ വായിച്ചേ. പിന്നെ അവർ 7-ാം ദോശ ചുറ്റിപ്പോകുവാൻ പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ. എനിക്കൊന്ന് മുമ്പേ വായിച്ചേ. 7-ാം ദിവസം ഒന്നാണോ അതോ എന്റെ ചെവിയുടെ കുഴപ്പമാണ്? എന്നാലും മോള് വായിച്ചു. മോള് തന്നെ വായിക്കും. ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ. പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം. പുറപ്പാട് 16:31 തേൻ ചേർത്ത, സംഖ്യ 11-ന്റെ 28 തേൻ എണ്ണ ചേർത്ത ദോശ. സംഖ്യ 21-4 വന്നപ്പോ എന്നാ പറഞ്ഞേ? എന്റെ കണ്ണം പാസ്റ്റർ, എനിക്കൊരു തമിഴ് പാട്ട് വരുന്നത്, കണ്ണേ നീ കാണും അതും എങ്കേ പഴയ പാട്ടാണ്. സംഖ്യ 21-4 വായിക്കുന്നത് സാരമില്ലാത്ത. അപ്പൊ പ്രാരംഭത്തിൽ തേൻ ചേർത്ത ദോശ, കുറച്ച് കഴിഞ്ഞപ്പോ എണ്ണ ചേർത്ത ദോശ. ഒടുവിൽ പറയാ സാരമില്ലാത്ത ആഹാരം വെറുപ്പാന്ന്. ഞാനിങ്ങനെ പറയാം, രക്ഷിക്കപ്പെട്ടു വന്ന കാലത്ത് പെന്തിക്കോസ് നല്ല തേൻ ചേർത്ത, എവിടെ യോഗം ഉണ്ടെങ്കിലും പോകും, എത്ര നേരം ഉണ്ടെങ്കിലും ഇരിക്കും, വണ്ടി വേണ്ട, വാച്ച് വേണ്ട, കൂട്ട് വേണ്ട, ടോർച്ച് വേണ്ട, ചപ്പല് വേണ്ട, മാച്ച് ചെയ്യുന്ന ഒന്നും വേണ്ട,
അന്ന് പാട്ടും അങ്ങനെ, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ രാജ്യം പൊട്ടണ്ടാമെന്ന് പാടിയെന്നേ ഉള്ളു. സ്തോത്രം. അന്ന് തേൻ ചേർത്ത ആദ്യത്തെ പെന്തിക്കോസ്. രണ്ടാം തലമുറ വന്നപ്പം എണ്ണ കീപ്പനാലിലെ അപ്പച്ചന്റെ കാലത്ത് തേൻ ചേർത്ത ദോശ അപ്പച്ചൻ വില കൊടുത്തതാ. കുറ്റമായിട്ടല്ല പറഞ്ഞ്, തെറ്റിദ്ധരിക്കരുത്. രണ്ടാം തലമുറയുടെ ഭാഗത്ത് വന്നപ്പോ എണ്ണ ചേർത്ത ദോശ. സ്തോത്രം. മൂന്നാം തലമുറക്കാരും നാലാം തലമുറക്കാര് ഇപ്പൊ പറയുന്ന ഓ ഇത് വെറുപ്പാന്ന്. ഇത് സ്തോത്രം. മന്നായിക്ക് ഒരു കുഴപ്പവുമില്ല, മന്നായിക്ക് ഒരു കുഴപ്പവുമില്ല. കുഴപ്പം എനിക്കും നിനക്കുമാ. മന്നായിക്ക് ഒരു കുഴപ്പവുമില്ല, കുഴപ്പം എനിക്കും നിങ്ങൾക്കുമാ. ഇന്ന് രാത്രി നിന്റെ കുറവുകളും കുഴപ്പങ്ങളും കണ്ടുപിടിച്ച് അനുദപിച്ച് ചേറ്റ് പറയുന്നെങ്കിൽ ഈ രാത്രി അവിടെ നിന്ന് നിന്നെ രുചിപ്പിക്കുന്ന രാത്രിയാ. 2-3 കാര്യം പറഞ്ഞു നിർത്താം. മന്നയെ പറ്റി മറഞ്ഞിരിക്കുന്ന മന്ന, അതിലോട്ട് പോകാൻ നേരമില്ല. ഈ ഇസ്രായേലിനൊക്കെ കൊടുത്ത മന്നയുടെ ഈ മന്ന യേശുക്രിസ്തുവിന് നിഴല. അതാ മന്നയ്ക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. യേശുക്രിസ്തുവിന് നിഴല. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, പാപം നീട്ടാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. അവനോട് തുലനം ചെയ്യാൻ ഒരുത്തനുമില്ല. മന്നയ്ക്കൊരു കുഴപ്പമില്ല, കുഴപ്പം എനിക്ക് നിങ്ങൾക്കുമാ. ഈ മന്ന യേശുക്രിസ്തുവിന് നിഴല. 1-2 കാര്യം പറയാം, അതിനെ നേരമുണ്ട്. മന്നയുടെ വിശേഷത 1, ഇത് ഉയരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണതാ. അങ്ങനെ പുസ്തകം. അവൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചു. അത് ഉയരത്തിൽ നിന്ന് വന്നതാ മന്ന. ഉയരത്തിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. ബാക്കി സകല ആൾക്കാരെ താഴെ നിന്ന് മേളിലോട്ട് പോകാനിരിക്കുമ്പോൾ മുകളിൽ ഇറങ്ങി വന്ന് ഒരുവൻ മാത്രമേ ഉള്ളൂ, ക്രിസ്തുവേശു മാത്രം. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സമയമില്ല പാടാൻ. അപ്പൊ ഈ മന്ന ഉയരത്തിൽ നിന്ന് പൊടിഞ്ഞു വീണതാ. അത് യേശുക്രിസ്തുവിന് നടല. ഫിലിപ്പിയാലേഖനത്തിലെ എല്ലാം മനപാഠമാ. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തന്ന ക്രിസ്തു. മാത്രമല്ല ഈ മന്നയുടെ പ്രത്യേകത 2 കാര്യം ഇവിടെ പറഞ്ഞ് നിർത്താം. ഒരു 2 മിനിറ്റ് ഉണ്ടോ? പറ. 3 മിനിറ്റ് കൊണ്ട് 2 പോയിന്റ് പറയാം. ഈ മന്നയുടെ രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഈ ചെറുത കൊത്തമ്പാലരി പോലെ. ഏതാണ്ട് വേദ ചിന്തകന്മാരും വേദത്തെ പഠിച്ചവരും ഇതിനെപ്പറ്റി വിശകലനം ചെയ്തിട്ട് പറഞ്ഞത് മല്ലിയുടെ വലിപ്പം ഉണ്ടെന്ന്. മല്ലിയ തമിഴിൽ അങ്ങനെയാണോ? എന്നാ മല്ലി, എനിക്കിതൊന്നും അറിയാൻ മേല. വലിയൊരു മല്ലി, കൊത്തമല്ലി. ചെറുതാ. വലിയവനായ ദൈവം എന്നെ നിന്നെ രക്ഷിപ്പാൻ ചെറുതായി ഭൂമിയിൽ അവതരിച്ചു. അഖിലാണ്ടങ്ങളുടെ കൂടെയവൻ, ഈ സകലത്തെ സൃഷ്ടിച്ച ദൈവം. ബ്രഹ്മാണ്ടം, മാരണ്ടാണ്ടം, പ്രകൃതി ഘടകം, തൽപ്പലാണ്ടം, തൃണാണ്ടം, ഡമ്പം ടകടകടമ്പം ഡിംബാഡിംബം വന്ന അണ്ടഘടാകമേ. 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്കമാർ അകലത്തിൽ അനസ്കരം പ്രേക്ഷകർ എണ്ണിട്ടുള്ള നക്ഷത്രം ആകമാനം സൂക്ഷ്മമായ 60 കോടി. ഇതൊക്കെ നിർമ്മിച്ച ചമച്ചു പടച്ചവൻ, മഹിമയുള്ളവൻ, ഉന്നതൻ, വലിയവൻ എന്നെയും നിന്നെയും രക്ഷിക്കാൻ ചെറുതായിട്ട് ഇവിടെ അവതരിച്ചു. നക്ഷത്രങ്ങളൊക്കെ വാരി വരിക. ഭൂമിയേക്കാൾ വലിപ്പമുള്ള എത്ര മടങ്ങ് നക്ഷത്രങ്ങളാ. ഒരു ചെറിയതാ ഭൂമി. ആ ഭൂമിയിൽ 4-3 ഭാഗവും വെള്ളമാണെന്നാ. ആ വെള്ളത്തിൽ 1 ഭാഗം കര,